Hey all, Assalamu alaikum, welcome back to my YouTube channel. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പെട്ടി അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. എൻ്റെ കാക്കി അനിയനും കൂടി കൊടുത്തയച്ച കുറച്ച് സാധനങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അത് ഓൾറെഡി അൺബോക്സിങ് ഒക്കെ കഴിഞ്ഞു. അത് കിട്ടിയൊക്കെ എന്നെ ക്ഷമല്ലാത്ത കാരണം ഞങ്ങളത് പെട്ടെന്ന് തന്നെ തീരുമാനമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നും കൂടെ ഒക്കെ തന്നെ പേർക്കിട്ട് ഇനി ഫസ്റ്റ് മുതൽ കാണിക്കുകയാണ് കേട്ടോ. അപ്പം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. പിന്നെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ആക്കിയാൽ ഞാനിടുന്ന വീഡിയോസ് പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം, പിന്നെ ലൈക്ക് ചെയ്യണം. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, ഇപ്പോൾ ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ കൊടുത്തേക്കാണ്ടായ കാരണം എന്താണെന്ന് വെച്ചാൽ ഓന് എൻ്റെ കാക്ക അവിടെ റൂമിൽ ഉപയോഗിച്ചിരുന്ന കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഓന് നാട്ടിലേക്ക് കൊടുത്തു വിടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാർഗോ ആയിട്ട്. അപ്പം ഏതായാലും അത് കൊടുത്തു വിടാനല്ലോ, അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കൂടെ കുറച്ച് മിഠായും കാര്യങ്ങളൊക്കെ കൊടുത്തു വിടാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ കാണിക്കാൻ പോകുന്നതാ ഈ ഒരു തേങ്ങൻ്റെ ബോൾ മിഠായിയാണ് കേട്ടോ. അതിൻ്റെ പേരെന്താണെന്ന് കറക്റ്റ് എനിക്കറിയില്ല. പിന്നെ അടുത്തത് ഈ ഒരു ബ്രേക്ക് ചോക്ലേറ്റ്സ് പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയതുകൊണ്ട് കുറച്ചധികം ചോക്ലേറ്റ് നിങ്ങൾക്ക് ഇതിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അടുത്തതായിട്ടൊരു കിറ്റ്കാറ്റ്. ഇതിന് ശരിക്കും നമ്മൾ നാട്ടിലുള്ള കിറ്റ്കാറ്റിൻ്റെ ആ ഒരു ടേസ്റ്റ് അല്ല കേട്ടോ, ഒരു വെറൈറ്റി ടേസ്റ്റാണ്. ഒറിജിനൽ ആയതുകൊണ്ടായിരിക്കും മേ ബി. അടുത്തതായിട്ട് മൈ ഫേവറേറ്റ് ഗാലക്സി. സാധാരണ ഇവിടെ ഗൾഫിൽ നിന്നൊക്കെ ആരെങ്കിലും മിഠായി ഇടുന്നാൽ അത് അപ്പം തന്നെ ഓരയൊക്കെ ഉണ്ട്. ഓരയൊക്കെ മീൻസ് വീട്ടിലുള്ളവർക്ക് തന്നെ ഓരയൊക്കും, ഇല്ലയെന്നുണ്ടെങ്കിൽ അത് ആരൊക്കെയാണ് എടുത്തതെന്നുള്ളത് അങ്ങനെയൊന്നും ഒരു കണക്കും കയ്യും ഉണ്ടാവില്ല കേട്ടോ. മെയിനായിട്ട് ഇതിൻ്റെ ആൾക്കാർ ഞാനും തന്നെയാണ് കേട്ടോ. മിനുവിന് ചോക്ലേറ്റ് വലിയ ഇഷ്ടമൊന്നുമില്ല. പിന്നെ ഉമ്മാക്കും ഉപ്പാക്കും അല്ലേ, അവർ എപ്പോഴേലൊക്കെ എടുത്ത് തിന്നാലേ ഉള്ളൂ. ഇനിയിപ്പോൾ ഓരി വെച്ചാൽ തന്നെ ഞങ്ങളുടെയൊക്കെ തിന്നു കഴിഞ്ഞതിന് ശേഷം പിന്നെ ഓലെ ആ ഒരു ഇതിൽ നിന്ന് കൈയിട്ട് വരാൻ വേണ്ടിയിട്ട് പോകും കേട്ടോ. ഈ ഒരു മിഠായി ഉണ്ടോ, മാഷ്മെല്ലോസോ അങ്ങനെ തോന്നുന്നു ഇതിൻ്റെ പേര് തോന്നുന്നുണ്ട്. വലിയ ടേസ്റ്റ് ഇല്ലാത്തൊരു മിഠായിയാണ് കേട്ടോ. അടുത്തതിൻ്റെ ഫേവറേറ്റ് കോഫി പൗഡറാണ്. എനിക്ക് കോഫി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഒരു കോഫി പൗഡർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ മെയിനായിട്ട് നട്ട്സ്, അണ്ടിപ്പരിപ്പ്, ബദാം, പിസ്ത അങ്ങനത്തെ കുറച്ച് ഐറ്റംസുകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെയാണല്ലോ പിന്നെ അവിടുന്ന് കൊണ്ടുവരുമ്പോഴുള്ള മെയിൻ ഐറ്റംസുകൾ. പിന്നെ നെക്സ്റ്റ് വന്നിട്ടുള്ളത് എന്താ നോക്കാം, ഈ ഒരു കവറിൽ കുറച്ച് ഡ്രസ്സ് ഐറ്റംസാണ് കേട്ടോ. അത് നമുക്ക് ലാസ്റ്റ് കാണാം. ദെൻ വീണ്ടും അനദർ ഫേവറേറ്റ് ചോക്ലേറ്റ് സ്നിക്കേഴ്സാണ് കേട്ടോ. ഇവിടെ അമ്മക്ക് ഇങ്ങനത്തെ ചോക്ലേറ്റാണ് കേട്ടോ ഇഷ്ടം. ഈ സ്നിക്കേഴ്സിൻ്റെ അകത്ത് കുറച്ച് നട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ള ചോക്ലേറ്റ്സാണ് അമ്മക്ക് അധികം ഇഷ്ടം. ഈ വെറും ചോക്ലേറ്റായി നിൽക്കണമെന്നും അമ്മക്ക് വലിയ ഇഷ്ടമല്ല കേട്ടോ. ഇത് പിന്നെ ഒരു കോഫി പൗഡറാണ്. ഈ ഒരു പാക്കറ്റിൽ ശരിക്കും 10-30 പാക്കറ്റുകളുണ്ട് കേട്ടോ, ചെറിയ ചെറിയ പാക്കറ്റുകളുണ്ട്. അതിൽ നിന്നും ഒന്നെടുത്ത് നമുക്ക് ചൂടുവെള്ളം മാത്രം ഉപയോഗിച്ചിട്ട് കോഫി ഉണ്ടാക്കി കുടിക്കാം കേട്ടോ. ബാക്കിയുള്ളതെല്ലാം ആ പാക്കറ്റിൽ തന്നെ ഇൻക്ലൂഡ് ആയിരിക്കും. പിന്നെ ഇത് ഒരു എക്ലെയറിൻ്റെ പാക്കറ്റാണ്. പിന്നെ ഇതൊരു ബിസ്ക്കറ്റ് ചോക്ലേറ്റ് ആണ് കേട്ടോ. ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഈ ഒരു ചോക്ലേറ്റ് ഞാൻ ഫസ്റ്റ് ടൈം കഴിക്കുന്നത് മെനു വന്നപ്പോൾ കൊടുന്ന ആ ടൈമിലാണ് കേട്ടോ. യാനുവിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു ചോക്ലേറ്റ്. യാനുവിന് നല്ല കേട്ടോ, ഓൾമോസ്റ്റ് എല്ലാവർക്കും ഈ ഒരു ചോക്ലേറ്റ് നല്ല ഇഷ്ടമാണ്. പിന്നെ അടുത്തത് ഒരു മെയിനായിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ. ഇതാണ് പോളണ്ട് മിഠായി. പക്ഷെ നമ്മളിതിനെന്ത് വിളിക്കും, പശുമിഠായി എന്നല്ലേ. ഗൾഫിൽ നിന്ന് ആര് വരികയാണെങ്കിലും അവരുടെ പെട്ടിയിൽ ഈ ഒരു മിഠായിൻ്റെ പാക്കറ്റ് ഉണ്ടാവും എന്നുള്ളത് ഷുവറാണല്ലേ. പിന്നെ അടുത്തായിട്ടുള്ളത് ഈ ഒരു ഫ്രൂട്ടാണ് കേട്ടോ. ഇത് അത്തിപ്പഴമാണ്. ശരിക്കും സത്യം പറഞ്ഞാൽ ഇതൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണ്. പക്ഷേ എനിക്കെന്തോ ഇത് ഇഷ്ടമല്ല കേട്ടോ. ഇതിൻ്റെ പാക്കറ്റ് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു സാധനം ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്യാം കേട്ടോ. അടുത്തായിട്ട് വീണ്ടും ഒരു പ്രവാസിലകത്തെ മെയിൻ ആയിട്ടാണ് കേട്ടോ ഈത്തപ്പഴം വെറുതെ കഴിക്കാനും വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ, പക്ഷേ ജ്യൂസ് അടിച്ച് കുടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഇനി അടുത്ത എന്താണെന്ന് നോക്കാം. അടുത്തായിട്ട് ഇതാ ഒരു ബദാമിൻ്റെ പാക്കറ്റാണ്. നമ്മൾ നേരത്തെ കാണിച്ചതിൽ ഉള്ള നട്ട്സിൽ പെട്ടാണ് കേട്ടോ ഇത്. പിന്നെ വന്നിട്ടുള്ളത് വീണ്ടും ഒരു എക്ലെയറിൻ്റെ പാക്കറ്റ്. ഈ വീഡിയോ ഒക്കെ ഞാൻ വോയിസ് ഓവർ എടുക്കാണ്ടായ കാരണം ഈ പാക്കറ്റിൻ്റെ ഒക്കെ സൗണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും കേട്ടോ, അതുകൊണ്ടാണ്. ഇനി വരാൻ പോകുന്നത് ഈ വീട്ടിൽ അധികം ചിലവാകുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. ഇതാ പാൽപ്പൊടി. ഈ വീട്ടിൽ പാൽപ്പൊടിക്ക് ഭയങ്കര ചിലവാണ് കേട്ടോ. എനിക്കും ഇപ്പാക്കും പാൽ ചായ ഇവിടെ നിർബന്ധമാണ് കേട്ടോ. രാവിലെ ചായക്കും വൈകിട്ട് ചായക്കൊക്കെ പാൽ ചായ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. കട്ടൻ ചായ ഇപ്പാക്ക് വലിയ ഇഷ്ടമല്ല, കുടിക്കും എപ്പോഴാന്ന് വെച്ചാൽ അതിൽ പുതിന അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്ത് കാണ്ടൊക്കെ കുടിക്കുള്ളൂ കേട്ടോ. വെറും കട്ടൻ ചായ കുടിക്കൂല.
ഇനി അടുത്തായിട്ട് നമുക്ക് ഡ്രസ്സുകളൊക്കെ കാണാം അല്ലേ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് യാനുവിൻ്റെ ടീഷർട്ട് കാണാം. ഇതാ ഒരു പിങ്ക് ഷെയ്ഡ് വരുന്നൊരു ടീഷർട്ടാണ് കേട്ടോ. കുറച്ച് ഓവർ സൈസാണ്, എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നുള്ളതൊരു ലൈറ്റ് ഗ്രീൻ ടീഷർട്ടാണ് കേട്ടോ. ഇത് പിന്നെ എനിക്ക് ഏറെക്കുറെ ഫിറ്റാണ്. ഞാൻ യാനുവിന് ഇവിടുന്ന് ടീഷർട്ട് എടുക്കുമ്പോൾ അവൻ്റെ എക്സാക്റ്റ് സൈസിൽ എടുക്കലില്ല കേട്ടോ. ഇപ്പോൾ 5 വയസ്സാണ് അവനെന്നുണ്ടെങ്കിൽ ഞാനൊരു 4 വയസ്സിൻ്റെയൊക്കെയാണ് പറഞ്ഞെടുക്കൽ. അതവന് കറക്റ്റായിരിക്കും കേട്ടോ. ഇത് യാമിൻ്റെ ഡ്രസ്സാണ് കേട്ടോ. ഇത് ഇട്ട് നോക്കുമ്പോൾ അവൾക്ക് ഫിറ്റല്ല. ഇത് ഫുള്ളായിട്ട് സിബ് വരുന്ന ടൈപ്പാണ് കേട്ടോ. പക്ഷെ ഇട്ട് നോക്കുമ്പോൾ അവൾക്ക് അത് കറക്റ്റല്ല. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിന് സൈസ് കൊടുത്തിട്ടുള്ളത് 6 to 12 month ഒക്കെയാണ് കേട്ടോ. പക്ഷെ അതെന്തോ കറക്റ്റല്ല അവൾക്കിപ്പോൾ 10 month അല്ലേ ആയിട്ടുള്ളൂ. പിന്നെ അടുത്തായിട്ട് ഇതാ ഈ ഒരു കുഞ്ഞുടുപ്പാണ്. ഈ ഒരു വള്ളി അതിന്മേൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ, ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവൾക്ക് കറക്റ്റാണ്. ഈ ഉടുപ്പിൻ്റെ കൂടെ തന്നെ ഒരു ഷോർട്സും കൂടി വരുന്നുണ്ട്. ഇനി അടുത്തെന്താന്ന് നോക്കാം. അടുത്തതായിട്ടൊരു ഷോർട്സും ഒരു ടീഷർട്ടുമാണ് കേട്ടോ. യാമിക്ക് തന്നെയാണ്. ഒരു വൈറ്റ് ടീഷർട്ടാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇട്ടുകൊടുത്തിട്ട് മോൾക്ക് കറക്റ്റ് ഫിറ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ യാനുൻ്റെ യാമിൻ്റെയൊക്കെ ഡ്രസ്സ് കണ്ടു അല്ലേ. അപ്പോൾ ഇനി ഇമ്മാക്കൊരു പർദ്ദ കൂടി ഉണ്ട്. അത് ഞാൻ അതിൽ കാണിക്കണില്ല, കാരണം ഈ വീഡിയോ എടുക്കുന്ന ടൈമിൽ അതെൻ്റെ കയ്യിലില്ലേനു കേട്ടോ. അത് അടിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഉമ്മ. ഫുള്ളായിട്ട് ബട്ടൺ വരുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ സെൻറ്ററിലൂടെ ഒരു അടി കൊടുക്കാൻ വേണ്ടിയിട്ട് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇനിയൊന്നും ഇല്ലല്ലോ എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് യാനുവിൻ്റെ വാച്ച് ഞാൻ മറന്നത് കേട്ടോ വീഡിയോയിൽ കാണിക്കാൻ. ഓന് അതങ്ങനെ കാണിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഓന് ഈ വീഡിയോ കാണുമ്പോൾ ഭയങ്കര പരാതിയായിരിക്കും, എൻ്റെ വാച്ച് കാണിച്ചില്ലല്ലോ എന്ന് പറഞ്ഞിട്ടോ. അപ്പം ഇത് അഫ്സൽ അവിടെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന വാച്ചാണ്. ഇതിപ്പോൾ ഓൻ അവിടെ കെട്ടലൊന്നുമില്ല എന്ന് പറഞ്ഞപ്പം യാനുവിന് വേണ്ടി കൊടുത്തയച്ചാണ് കേട്ടോ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ, കാക്കാക്കും അനിയനും അല്ലാഹ് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അവരുടെ ജോലിയിൽ അല്ലാഹ് ബർക്കത്ത് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരേക്കും. ബൈ.